ताम्बूलं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। वस्त्रं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। चन्दनं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। अक्षतां समर्पयामि श्री गुरुचरणकमलेभ्यो नमः। पुष्पं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। धूपं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। दीपं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। आचमनीयं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। नैवेद्यं समर्पयामि श्री ഷഷ്ടി ആഘോഷിക്കുന്ന വേളയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാല് ടീച്ചറുടെ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് കോഴ്സ് ചെയ്യാൻ വന്നത്, കോഴ്സിൽ ഇതുവരെയായത് ഒരു ടീച്ചറാവുക എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു കാര്യമാണ്. എല്ലാവരും ആവുക, പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ടീച്ചറാവുന്ന കുറേ പ്രോസസ്സുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും കിട്ടാത്ത ഒരേ കാര്യങ്ങൾ. നമ്മൾ അത് പറയാൻ കഴിയുകയില്ല, വാക്കുകളില്ല. അപ്പൊ അതുകൊണ്ട് ടീച്ചറാവുക. അപ്പൊ നസീമ ടീച്ചർ, ആദ്യം നസീമ ടീച്ചറെ അതോ മറ്റുള്ള ടീച്ചറെ കുറിച്ചും എന്താണ് സ്വാന എന്ത് ചെയ്യാം? ടീച്ചർ അവസാനം, അങ്ങനെ അതാണല്ലോ അതിന്റെ മര്യാദ. അപ്പോ നസീമ ടീച്ചർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മള് സെന്റ് സേവിയേഴ്സ് കോളേജിലൊക്കെ പഠിച്ചിരുന്ന ഒരുതാണ്. അന്നും നല്ല സ്റ്റാർ ആയിരുന്നു. കാരണം ടീച്ചറെ കണ്ടാൽ തന്നെ അറിയാം സ്റ്റാർ ആയിരിക്കുമല്ലോ. ഞാൻ ഇപ്പോഴും എപ്പോഴും അപ്പോഴും നസീമ ടീച്ചറിന്റെ കൂടെ ഇന്നാണ് ഞാൻ ചോദിച്ചത്, ആരും ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇത് കണ്ട്. കാരണം ഞങ്ങളൊക്കെ ഒരു ഏരിയയാണ്, നൈബറൊന്നും അല്ലെങ്കിലും ഒരു ഏരിയയാണ്. അപ്പൊ അന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നസീമ ടീച്ചർ. അപ്പോ ടീച്ചർ അതിനുശേഷം കോഴ്സിന്, ഞാൻ കോഴ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് തോന്നുന്നു ടീച്ചർ കോഴ്സ് ചെയ്തതിന് ശേഷം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്മാറിയിട്ടില്ല. ടീച്ചർ എല്ലാ ആക്ടിവിറ്റീസും, സേവ, ബാംഗ്ലൂർ വർഷത്തിൽ പോവുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. ടീച്ചറുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം വഴിയിൽ സ്കിപ്പായി. അപ്പൊ നമ്മൾ അതാണ്, നമുക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകാം, നാട്ടിൽ നിന്ന് എതിർപ്പുണ്ടാകാം, കുറ്റപ്പെടുത്തലുണ്ടാകാം, കളിയാക്കലുകളുണ്ടാകാം. പക്ഷെ ഫോക്കസ്ഡ് അതാണ് നമുക്കിവിടെ വേറെ ആരുമില്ല. നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗിലും ഒരേ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ, അത് ശ്രീ ശിവേശൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും നോക്കേണ്ടതില്ല. അങ്ങനെ എന്റെ അറിവ് ശരിയാണെങ്കിൽ നസീമ ടീച്ചർ ഗുരുജിയെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി എല്ലാ കടമ്പകളും കഴിഞ്ഞ് ടീച്ചറായതിനു ശേഷം തന്നെ ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്നു, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു. ധാരാളം ശിബിരങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെ? ധാരാളം ശിബിരം എടുത്തു. അന്ന് ശിബിരത്തിന് ഭയങ്കരമായ പ്രാധാന്യം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ശിബിരം ടീച്ചേഴ്സ് ആരൊക്കെ ഉണ്ട്? കൈ ഉയർത്തിയാണ്. ഇപ്പോ ശിബിരം എടുക്കാൻ നോക്കുന്ന ടീച്ചേഴ്സ്, എക്സ്ക്യൂസ് മീ, മിനി ടീച്ചർ, സുജാത ടീച്ചർ, ആശ ടീച്ചർ, ബിജു ടീച്ചർ, സോന, ഗീത ടീച്ചർ, ധാരാളം പേരുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വളരെ എല്ലാ റെസിഡൻസിലും, എല്ലാ താമസിക്കുന്ന സ്ഥലത്തിലും നമ്മൾ ശിബിരം ഓർഗനൈസ് ചെയ്യും. ശിബിരം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതിലേക്ക് വരാനുള്ള ഒരു എൻട്രിയാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് ആദ്യം ശിബിരത്തിൽ കൂടി നമുക്ക് ധാരാളം ആൾക്കാരെ കോഴ്സിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ടീച്ചർ ധാരാളം ശിബിരം എടുത്തിരുന്ന ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ബാംഗ്ലൂർ ആശ്രമവുമായിട്ട് വളരെ ബന്ധപ്പെട്ടു. അതെല്ലാം നമ്മളുടെ ഡെവലപ്മെന്റ്സിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
ആ ബാംഗ്ലൂർ ആശ്രമമായിട്ട് അവിടെ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. പിന്നെ എനിക്ക് തോന്നുന്നു പല സെന്റേഴ്സിലും ടീച്ചർക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ കൊണ്ടാണ്, അപ്പൊ ഈ രീതിയിൽ നിലനിന്ന് പോയത് കൊണ്ടാണ് ഇപ്പോൾ ടീച്ചറാകുന്നതും ഈ സെന്റർ എസ്പെഷ്യലി കഴക്കൂട്ട സെന്ററിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇനിയും ഉള്ള നേട്ടങ്ങൾ നസീമ ടീച്ചർ ഉണ്ടാക്കട്ടെ. ഇനി ധാരാളം 100 വർഷങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ 100 വർഷം ശതാഭിഷേക്തയായി ഉണ്ടാകട്ടെ. എന്തായാലും ഉള്ള സമയം മുഴുവൻ നല്ല സന്തോഷത്തോടെയും നല്ല സമാധാനത്തോടെയും ആർട്ട് ഓഫ് ലിവിംഗിൽ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടീച്ചറിനെ കുറിച്ച് എല്ലാവർക്കും പറയാം. ആർട്ട് ഓഫ് ലിവിംഗ് തന്നെ വേണമെങ്കിലും വ്യക്തിപരമായിട്ട് വേണമെങ്കിലും പറയാം. നസീമ ചേച്ചി ഞാൻ ആദ്യമായിട്ട് കേട്ടാണ് പരിചയം. ഒരു ടീച്ചറുണ്ട്, നസീമ ടീച്ചർ. കോഴ്സ് കഴിഞ്ഞു. നമ്മുടെ മേനമ്പുറത്തൊരു കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു സെന്ററൊക്കെ ഇട്ട് അവിടെ ഫോളോ അപ്പ് നടത്തി. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആദ്യം കേൾക്കാണ് ചെയ്തത്. പിന്നെ കുറെ നാള് നസീമ ചേച്ചി പറ്റി കേട്ടില്ല. പിന്നെ കുറവുകൂടെയൊക്കെ വന്നു. പിന്നെ ചേച്ചി പിന്നെ ഞങ്ങൾ കാണുന്നത് VTPക്കാണ്. ഞങ്ങൾ ഒരുമിച്ച് VTP. അപ്പോഴാണ് ഞാൻ കാണുന്നത് VTPയില് ചേച്ചി അവിടെ മേനമ്പുറത്ത് ഒരുപാട് കോഴ്സസ് നടത്തിയിട്ടുണ്ട്. ഒത്തിരി കോഴ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സെന്റർ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ നിറയെ ക്ലാസ്സുകൾ ഫോളോ അപ്പ് അങ്ങനെയൊക്കെ നടക്കായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ചേച്ചി കാണുന്നത് അവിടെ VTPക്ക് വെച്ച് നമ്മുടെ വിൻഡോയിലൂടെയാണ് കാണുന്നത്. പിന്നെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ചേച്ചിക്ക് വലിയൊരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു, ഒരു 5 ഓപ്പറേഷൻ ഒക്കെ ആയി. അങ്ങനെ ഒരു രണ്ടാം തിരിച്ചു വരവായിരുന്നു ആർട്ട് ഓഫ് ലിവിംഗിലേക്ക്. അത് ഫുൾ ഫ്ലെഡ്ജിലാണ് വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ VTPയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, 40 രജിസ്ട്രേഷൻ, 45 രജിസ്ട്രേഷൻ. ഞാനൊക്കെ ഇങ്ങനെ 10 രജിസ്ട്രേഷൻ ആക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു. നസീമ ചേച്ചി തകർക്കുകയാണ് അവിടെ. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നസീമ ചേച്ചി ഗുരുദേവനെ കാണാൻ പോയപ്പോൾ ഗുരുദേവ് പറഞ്ഞു ടീച്ചറാണ് ചിമ്പിക്കപ്പ ടീച്ചർ എന്ന് പറഞ്ഞു. ഗുരുദേവ് നേരിട്ട് അങ്ങനെ ആരോടും എല്ലാവരോടും പറയുന്നില്ല, ഗുരുദേവ് നേരിട്ട് പറഞ്ഞതാണ് ചേച്ചി. അങ്ങനെ ചേച്ചി അപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ടീച്ചർ ആവണമെങ്കിൽ കുറെ കണക്കുകൾ ചേട്ടൻ പറഞ്ഞാണ് ഒത്തിരി കുറച്ച് പരിപാടികളുണ്ട്. അപ്പം കോഴ്സ് ഇവിടെ വരുമ്പോൾ ഞാൻ ചേച്ചി വായു സെന്ററിൽ വാ, നമുക്ക് ചേച്ചി അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പം വിഷ്ണു ചെയ്ത് വിഷ്ണുവിന്റെ ടീച്ചർ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ചേച്ചി കഴക്കൂട്ടം സെന്ററിന്റെ ടീച്ചറാണ് ഇവിടെ വന്ന് പിന്നെ കഴക്കൂട്ടം സെന്ററിന്റെ ഭാഗമായി ഇപ്പൊ നമ്മളുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഞെട്ടിച്ചു കേട്ടോ. നമുക്ക് നമ്മുടെ സജീനിസ സാറ് ഒരു DSN ബാംഗ്ലൂർ ആശ്രമത്തിൽ വെച്ചു. അപ്പം പല ജില്ലയിൽ നിന്നും അവിടെ ബാംഗ്ലൂർ ആശ്രമത്തിലോട്ട് വണ്ടി പോകണം. അപ്പൊ ചേച്ചി പറയണം തിരുവനന്തപുരത്ത് നിന്നുള്ള വണ്ടി വിളിച്ച് ഞാൻ എല്ലാവരെയും കൊണ്ടുവരും. ഞാൻ ഞെട്ടി കേട്ടോ, സത്യം പറയാം. നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ബസ് ബാംഗ്ലൂരിലോട്ട് വിളിച്ച് അതിനകത്തപ്പോ എത്ര ആള് വേണം. അപ്പൊ അതൊക്കെ ഒരു ഗുരുവിനോടുള്ള അങ്ങനെയൊന്നും ആർക്കും ഒരു ഉറപ്പൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഗുരുവിനോടുള്ളൊരു ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പം ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞാല് നസീമ ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വീട് തന്നെയാണ് ഇത്. ചേച്ചിയുടെ വീടിനേക്കാളും ചേച്ചിക്ക് ഇതാണ് ചേച്ചിയുടെ കുടുംബം എനിക്ക് തോന്നാറുണ്ട്. ചേച്ചി പറഞ്ഞു എനിക്ക് നിങ്ങളോടൊപ്പം ഒരു ശക്തിപൂർത്തി ആഘോഷിക്കണം, കുറെ ഫോട്ടോ ഒക്കെ എടുക്കണം, എനിക്ക് നല്ലൊരു മെമ്മറി സൂക്ഷിക്കണം ഷീസയോട് പറഞ്ഞു. അപ്പൊ ഷീസ എന്നോട് ഇങ്ങനെ ഒരു ദിവസം പറയാണ് സോന അങ്ങനെ ചെയ്യാം, ഓക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ അപ്പൊ ഓക്കെ കേട്ട് അങ്ങനെ പോയി. പക്ഷെ ഒരു ദിവസം ഫ്രീ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ശരിക്കും എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് അപ്പോഴാണ് ഒരു ബോധോദയം പോലെ ഇങ്ങനെ വന്നത് കേട്ടോ. ശരിക്കും സത്യം അത് വേറെ ഒന്നുമല്ല, അത് ഗുരുജി പറഞ്ഞതാണ്, ഗുരുദേവന്റെ ഇൻസ്ട്രക്ഷൻ ആണ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ. അപ്പം എല്ലാം സജ്ജമായി, എല്ലാം ചേച്ചിയെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കണം എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സന്തോഷായോ? നമുക്ക് അതാണ് ഗുരുവിന്റെ മുന്നിൽ നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചാൽ അതിന്റെ ഇരട്ടിയായിട്ട് ഗുരുജി തരത്തുള്ളൂ. ഇച്ചിരി ചോദിച്ചാൽ കുറച്ചധികം തരും. ചെയ്തത് ഇനി ആർക്കെങ്കിലും എന്റെ ചേച്ചിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ
അല്ല, നസീമേൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എനിക്ക് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നസീമേൻ്റെ സിംപ്ലിസിറ്റിയാണ്, ആ ഒരു ഇന്നസെൻസ്, പിന്നെ ഒരു യെസ് മൈൻഡാണ്. ഇപ്പം നമ്മൾ ഇന്ന് വിളിച്ചിട്ടൊരു ഫോളോ അപ്പിന് പോകണമെന്ന് പറഞ്ഞാൽ നോ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു 10% പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും പോകും. അതാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ഒക്കെ വേണ്ടത്. ഒരുപാട് നമ്മൾ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നസീബായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ക്വാളിറ്റി ഇതെല്ലാമാണ്. വളരെ സിമ്പിൾ, ഡൗൺ ടു എർത്ത് ആണ്. അതേ കണക്ക് തന്നെ ആ ഒരു ഫീലിങ്സ് എന്ത് പറഞ്ഞാലും 10% എങ്കിലും അതിന് പറ്റുമെങ്കിൽ നോ പറയത്തില്ല. ഒരു യെസ് മൈൻഡ്, അതൊക്കെയാണ് നമ്മളെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കുന്നത്. അപ്പം നസീബായിട്ട് ഞാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഹ്യൂമൻ ബീങ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതിങ്ങനെ തന്നെ തുടരട്ടെ. അറിയാം, നമ്മൾ സാധനം ചെയ്യുന്തോറും നമ്മളുടെ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുകയാണ്. ഇന്നത്തിനേക്കാളും ബെറ്റർ ആയിരിക്കണം നമ്മൾ നാളെ. ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ആ ഒരു പ്രോസസ്സ് നസീബായിട്ട് തുടരട്ടെ. നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ തന്നെ മുമ്പോട്ട് പോട്ടെ. ജയ്. അങ്ങനെ വന്ന് ഇവിടെ അടുത്തായിരുന്നെങ്കിലും പക്ഷെ ഇവിടെ അല്ലായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗമായി മാറി. അപ്പൊ ആ ഒരു സ്വീകാര്യത ഉണ്ടാവുക എന്ന് പറയുന്നത്, ആ ആളിന്റെ ഒരു വിശാലതയാണ് ശരിക്കും നമുക്ക് മറ്റുള്ളവരുടെ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കും. നമ്മൾ പലപ്പോഴും പല ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ ഭയങ്കര കൺസർവേറ്റീവ് ആണ്, അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക നാരോ മൈൻഡഡ് ആയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളെയും എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു വിശാലതയാണ് നമ്മളെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. അതിന്റെ ഒരു തെളിവാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഇവിടെ വരികയും ഇത് ചെയ്യുകയും ചെയ്യുന്നത്. അത് തന്നെ ആ വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആണെന്ന് ഞാൻ പറയും. ജയഗുരുദേവ്. വേറെ ആരെങ്കിലും ഉണ്ടോ? നസീമ, ഞാനാണ് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പേര് ഇങ്ങനെ ബോൾഡായിട്ട് വിളിക്കുക. അപ്പൊ ഞാൻ ആദ്യം നസീമിനെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ട് നസീമാന്റെ ഒരിക്കലേക്ക് നസീമിന് സംശയം എന്തൊരു മനുഷ്യനാണ് ആദ്യമായിട്ട് കാണാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ വിളിക്കുന്നത്. जय गुरुदेव. जय गुरुदेव. जय गुरुदेव. जय गुरुदेव. जय गुरुदेव. പിന്നെ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് 100% എന്റെ മനസ്സിൽ സത്യമായിട്ട് നിറഞ്ഞ് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷീസയോടും സോനയോടും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഷീസ ഇത്രയും സോനയൊന്നും വിചാരിച്ചില്ല, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും. അതുപോലെ വിഷ്ണു ഇന്നലെ കേരളാശ്രമത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നലെ അവിടെ സൗത്ത് സോണിന്റെ ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജയൻ സാറ് ഉണ്ടായിരുന്നു, സാറ് ഹാരമൊക്കെ ഇട്ടു. അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ജയചന്ദ്രൻ എന്ന് പറയുന്ന സാർ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കുറെ നാളുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇന്നലെ ആശ്രമത്തിൽ പോയപ്പോ സാറ്, എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ സാർ ഇന്നലെ ഒരു കഥ പറഞ്ഞു. കഥയൊക്കെ സാറിന്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ശരിയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങളോട് പറയാം എന്ന് എനിക്ക് ഇന്നലെ തന്നെ വിചാരിച്ചു. കാരണം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം, പക്ഷെ അത് എങ്ങനെ എനിക്ക് തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇന്നലെ അതിനൊരു മറുപടി എനിക്ക് കിട്ടി. അങ്ങനെ അത് ഞാൻ നിങ്ങളോട് പറയാം. എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് മുന്നിൽ ആരാണ്, അതായത് നമ്മൾക്ക് വേണ്ടി ആരാണ് നമ്മൾ ഉപകരിക്കുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. അതായത് സാറ് MSc-ക്ക് എറണാകുളത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് 16 പേരുണ്ടായിരുന്നു ക്ലാസ്സില്. അപ്പൊ ഒരു ടീച്ചറിന്റെ മക്കളെ 2 പേര് MSc-ക്ക് പഠിക്കുകയാണ്. അപ്പൊ ഈ MSc-ക്ക് പഠിച്ചുകൊടുത്തപ്പോ ഈ ടീച്ചറ് ഈ 16 പേര് ഈ 2 പേരെ മാത്രം ഭയങ്കരമായിട്ട് കൺസെപ്റ്റ് ചെയ്ത് പഠിപ്പിക്കും, നോക്കും. മറ്റു 14 പേരെ നോക്കാറില്ലായിരുന്നു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത്
ഹോസ്പിറ്റലുണ്ടായിരുന്നു, ഒരു ക്യാൻസർ വാർഡ്, പിന്നെ ആർക്കും വേണ്ടാത്ത കുറച്ച് ആൾക്കാർ, അതായത് അമ്മയും മക്കളെല്ലാം ഉപേക്ഷിച്ച് കുറച്ച് ആൾക്കാരെ കൊണ്ട് ഒരു വാർഡിൽ ഇടുവാൻ. അപ്പൊ അവിടെ ഉള്ള ആ ഒരു വാർഡ് ഈ സാറ് എന്നും ഈ 2 വാർഡിലും പോയി നോക്കാറുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാറിന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സാറ് വേറെ പോയി. അത് കഴിഞ്ഞിട്ട് സാർ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ 2 വാർഡിലും സാറ് ചെന്ന് നോക്കിയപ്പോൾ ഈ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്ന ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ ടീച്ചറുണ്ട്. ഇവർ ഈ 2 മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതല്ല, എല്ലാം ഫുൾ ടൈം ടീച്ചർ ഈ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് അവസാനം സാറ് വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ആരും ഇല്ലാതെ ടീച്ചർ അനാഥമായി കിടക്കുന്നത്. സാർ പിന്നെ അപ്പൊ തന്നെ അവരെ കൂടെ പഠിച്ച മറ്റുള്ളവരെ വിളിച്ചു. സാറ് വേറൊരു വീടെടുത്തു. സാർ ടീച്ചറിനെ കൊണ്ടുപോയി സംരക്ഷിച്ച് എല്ലാം ചെയ്തു. നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിനോ അല്ലെ വേറെ ഒന്നിനും സമയമില്ല. നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്താ പറയുന്നത്? സമയമില്ല, 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 പരീക്ഷ, അങ്ങനെ ഇങ്ങനെ. എന്താ ഗുണം? നമ്മളെ മക്കളെ നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ നോക്കാൻ ആരെയാണ് ദൈവം വിധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോ എനിക്ക് 3 മക്കളുണ്ട്. എന്റെ പിന്നെ ഇതുവരെ ഞാനൊരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അത് ആഘോഷിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, അങ്ങനെ ഒരു മെന്റാലിറ്റി എനിക്കില്ല. പക്ഷെ മക്കൾക്ക് വേണ്ടി ആഘോഷിക്കാതെ 25 വയസ്സ് വരെ എന്റെ 3 മക്കൾക്ക് വേണ്ടി ഞാൻ ആഘോഷിച്ചു. അപ്പൊ ഇപ്പൊ എന്റെ മനസ്സിലൊരു തോന്നല്, എനിക്ക് ഇവിടെ ഗുരുജിയുടെ മുന്നിൽ വെച്ച് എന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കണമെന്ന്. അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സംഭവിച്ചു എന്നുള്ളതാണ്. സംഭവിച്ചു എന്ന് പറഞ്ഞാല് എന്റെ ഒരു 2 ആഴ്ച കൊണ്ട് എന്റെ ഉള്ളിലും ഉറക്കത്തിലും ഇത് തന്നെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ മുന്നോട്ടുള്ള കഥ എന്തൊന്നും എനിക്കറിയില്ല. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഗുരുപൂജ ഇന്ന് ഇവിടെ തുടങ്ങി. ആരും പേരിട്ടിട്ടുണ്ട് ഗുരുപൂജയുടെ, പക്ഷെ ആരും അതിനകത്ത് ഇൻവോൾവ്മെന്റ് കണ്ടില്ല. സോനയില്ലല്ലോ, ഒരു 5-6 പേരെ കണ്ടുള്ളൂ. എല്ലാവരും ഗുരുവിന്റെ ബർത്ത്ഡേ ആണ്, 70ാമത്തെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ആ ഗുരുപൂജയിൽ ഡെയിലി ഇവിടെ ഗുരുപൂജയിലും ഉണ്ട്. അപ്പൊ എല്ലാവരും അതിലേക്ക് പങ്കെടുക്കണം. അത് ഗുരുവിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്ത വേറെ നമുക്ക് കിട്ടിയ ഈ സന്തോഷം മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കണം. എല്ലാവരും ഓരോരുത്തരായി ഒരാളെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ ഉള്ള ഗുരുജിന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഒരാളെങ്കിലും ഗിഫ്റ്റായിട്ട് തരണം. തന്നെ തരൂ. ഈ കൂടി എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്ന ഒരാവശ്യമുണ്ട്. എല്ലാവർക്കും നന്ദി. ഞാൻ നമസ്കാരം. അതൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല. അതായത് ദിയ ഫാത്തിമ. ഒരു 16 ഒരു 60. അതിൽ വേറൊരു കാര്യമൊക്കെ ഉണ്ട്. മോൾക്ക് ആ പേരിട്ടത് ഞാനാണ്, ദിയ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഷിജുവിന്റെ മകളാണ് ദിയ. അപ്പൊ ദിയ എന്ന് മാത്രം ഞാൻ ദിയ എന്ന് മാത്രം പോരാ, ദിയ ഫാത്തിമ എന്നിടുന്നത്. ഇപ്പോഴും ദിയ ഫാത്തിമ വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുന്നു. നല്ല എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കാറുണ്ട്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ എല്ലാ കാര്യങ്ങൾക്കും കഴിയുന്നത് പോലെ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം ഇൻവോൾവ്മെന്റ് ഒക്കൂലല്ലോ. അങ്ങനെ ദിയയുടെയും ബർത്ത്ഡേ അത് കൊള്ളാം. അങ്ങനെ ഞാൻ കേട്ടോ. ആരാണത്? ഞാനിങ്ങനെ ഒരു ഗസ്റ്റ് മഞ്ജുവിനൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആർട്ട് ഓഫ് ലിവിങ്ങിലെ വലിയ പ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അത് ആളിഞ്ഞറിഞ്ഞിടാത്തോണ്ട് ഞങ്ങള് ഫസ്റ്റ് ടൈം കാണാൻ സാറ് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ജയ് ഗുരുദേവ്. എന്റെ ഞാൻ ഇരിക്കാറായിട്ടില്ല. എന്റെ പേര് വാമനൻ. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് മടത്തുംപടി എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. വാമൻ 5ാമത്തെ അവതാരം എന്ന് പറയുന്നത്.
ഞാൻ കുറച്ച് നാളായി ഞാൻ ബഹറിലായിരുന്നു. അവിടെ ഫുൾ വൈകുന്നേരമായ ഞങ്ങൾക്ക് ഇത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2019 നാട്ടിലേക്ക് പോകും. ഇപ്പോൾ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഇപ്പൊ കാലടി ആശ്രമത്തിൽ അടുത്ത ആഴ്ച 25, 26, 27, 28, 29 ഒരു അഡ്വാൻസ് കോഴ്സ് ഉണ്ട്, അതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഗുരുപൂജ ഫേസ് 2 ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല, സമയമായിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി വിളിച്ചാണ്. പക്ഷെ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, വളരെ അതേപോലെ നമ്മുടെ ആശ്രമത്തിലുള്ള ഒരാളുടെ മോളുടെ കല്യാണം നിവർത്തില്ല. ഇപ്പൊ 4-ാം തീയതി ഉണ്ട്, 4, 5, 6 ഉണ്ട്. പക്ഷെ 29-ാം തീയതി കഴിഞ്ഞ് പിറ്റേ ദിവസം പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ വേറെ ഒന്നല്ല, വീട്ടില് ഞാൻ ഒറ്റയ്ക്കാം, മക്കളുണ്ട്, മക്കള് പുറത്താണ്. അങ്ങനെ ഇരിക്കുന്നു. ഒരു തരത്തിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കുറേ ചെടികള്, കുറേ കൃഷികള്, അങ്ങനെയൊക്കെ ആയിട്ട് അതിലിങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. എല്ലാം ചെയ്യും. ദൈവം കേൾക്കട്ടെ, സന്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം നടക്കും. എല്ലാവരും എല്ലാം ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നാലേ നമുക്ക്, കാരണം ഓരോ കോഴ്സുകളും അയ്യോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലോ നമ്മൾ വേറൊരു ലെവലിലേക്കായിട്ട് പോവാണ്. എന്ത് കൊല്ലേ ചിന്തിക്കാൻ പറ്റില്ല. മക്കളെ, ചെറിയ മക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ എല്ലാം ചെയ്യണം. നമ്മളാ ലെവലിലാണ്. സാറ് പറഞ്ഞ പോലെ പോളിഷിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുമില്ലാത്തൊരാളാണ്. ഒന്നും വെച്ചാൽ ഞാൻ 0 ആണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഗുരുവിന്റെ ഭഗവാന്റെ എല്ലാ കൃപ കൊണ്ട് ഭഗവാൻ എനിക്ക് ഒരു നേരത്തെ ശാപ്പാട് കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും അവിടെ കൊണ്ടുതരും. അവിടെ കൊണ്ട് നീ കഴിച്ചിട്ട് കിടന്നാൽ മതി. ഞാൻ എല്ലാ ആഴ്ചയും ബുധനാഴ്ചയും ഗുരുവായൂർ പോകുന്ന ആളാണ്. എല്ലാ ബുധനാഴ്ചയും പോകും. അതേപോലെ എല്ലാത്തിനും. പിന്നെ ആശ്രമത്തിനാണ്, അവിടെയാണ് ഇത്. പക്ഷെ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പോയിരുന്നു, ഇപ്പോൾ പറ്റുന്നില്ല. പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. എന്ത് ചെയ്യാനാ? ശരിക്കും പറഞ്ഞാല് നമ്മളെല്ലാം ഓരോന്നും അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. ഭഗവാൻ എല്ലാവർക്കും നന്ദി വരട്ടെ, നല്ല മാത്രം വരുത്തട്ടെ എന്ന് നമ്മുടെ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് കീഴിൽ കുറെ സെന്റേഴ്സ് വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഫോളോ അപ്പിന് തന്നെ പലപ്പോഴും ടീച്ചേഴ്സിനെ കിട്ടാറില്ല. അപ്പൊ നമ്മളിൽ പലരും ടീച്ചേഴ്സ് ആവുക. सागर में एक लहर उड़ी तेरे नाम की, सागर में एक लहर उड़ी तेरे नाम की। खुशी मुबारक खुशियाँ रमजान की, खुशी मुबारक खुशियाँ रमजान की। तुझको है आनंद मिला कर मिल जाना, तुझको है आनंद मिला कर मिल जाना। तू है सुंदर फूल ये संसार की, तू है सुंदर फूल ये संसार की। ആഴക്കടൽ പിറന്നു പിന്നാമത്തി, ആഴക്കടൽ പിറന്നു പിന്നാമത്തി. ആത്മജ്ഞാന സന്തോഷം തീരുന്നു, ആത്മജ്ഞാന സന്തോഷം തീരുന്നു. നീ പിടിക്കാത്തവരിലേച്ചിരുന്നു, നീ പിടിക്കാത്തവരിലേച്ചിരുന്നു. ഈ ലോകത്തിൽ സുന്ദരപുഷ്പം നീയല്ലോ, ഈ ലോകത്തിൽ സുന്ദരപുഷ്പം നീയല്ലോ. Oh happy birthday, oh happy birthday, oh happy birthday.
നമുക്കിത് ഇത്രയും ഗോൾഡ് ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു വാല്യൂ ഞങ്ങൾ അതിനെ സങ്കല്പിക്കുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇത് ആരെ കൊണ്ട് കുളിപ്പിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വരുമ്പോ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിന് ഇത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും സ്യൂട്ടബിൾ പേഴ്സൺ എന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും കൂടി ശ്രീമാൻ വാമൻ സാറ് നസീമ ടീച്ചർക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. പറയാൻ വാക്കുകളില്ല. സത്യം ഇതൊന്നും ഒട്ടും പ്രതീക്ഷിതയല്ല. ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോ നമ്മുടെ വാട്സാപ്പ്